ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെയ്യാം. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മസ്റ്റ് ആയിട്ട് കേട്ടോ. നിങ്ങൾ എനർജി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ലൈക്ക് അടിക്കുക. സോ ലൈക്ക് അടിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നിങ്ങളുടെ ക്ലിയർ ആയിട്ട് നമ്മളുടെ ചാനലിൽ ആരാ വരുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പം അവരുടെ എനർജീസും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം വീഡിയോസ്. അപ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നുണ്ടാവുക, ലൈക്ക് എനർജീസ് കിട്ടുന്നുണ്ടാവുക. ന്യൂ ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾ പറയില്ലേ റീഡിങ്സിന് ഒരു ചേഞ്ചസും ഇല്ല എന്നപ്പോൾ ആ ഒരു എനർജി വരാതിരിക്കാനാണ് ലൈക്ക് അടിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് എനർജി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സബ്സ്ക്രൈബ് മസ്റ്റ് ആയിട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അങ്ങ് എത്തത്തുള്ളൂ കേട്ടോ. നോ ഷുഗർ കോട്ട് റീഡിങ്. ഓക്കെ, ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ഒരു വലിയൊരു മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ലാസ്റ്റ് ടൈം ഈ ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ ഒരു ടൈമിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരു വാക്തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം ആ ഒരു ആർഗ്യുമെന്റ് മേ ബി വഴക്കുണ്ടാക്കുന്ന ടൈമിൽ എല്ലാവർക്കും എന്താ ആവശ്യം? എന്റെ ഭാഗം ജയിക്കണം, ഞാൻ പറയുന്ന ഭാഗം കറക്റ്റ് ആയിട്ട് നിൽക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം എന്നായിരിക്കും എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനിലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുത്തു നിൽക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, കണക്ഷൻ പോയാലും വേണ്ടിയില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ള ഒരു എനർജിയിൽ വിന്നിങ് ആയിട്ടുള്ള ഒരു എനർജി, അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ എന്നുള്ള ഒരു എനർജിക്ക് ലൈക്ക് ഈ ഒരു എനർജിയിൽ എന്താ പറയാ, ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്താ, ലൈക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, എത്ര കോസ്റ്റിലാണെങ്കിലും ഞാൻ ഈ ഒരു ആർഗ്യുമെന്റ് ഞാൻ വിൻ ചെയ്യും എന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിന്നിട്ടുള്ളത്. മനസ്സിലായോ? നിങ്ങളും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ട് ലൈക്ക് ആ ഒരു വ്യക്തിയാണ് ഇവിടെ വിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ആർഗ്യുമെന്റിൽ. അയാളുടെ ഭാഗം അയാൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പോർഷൻസിൽ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് ന്യായം പറയാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ആ ഒരു വ്യക്തി സംസാരിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഈ ഒരു ടൈമിൽ അതിന് ഈ ഒരു വ്യക്തി റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, എപ്പോഴും നമ്മൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോഴേക്കും വിൻ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളുടെ കണക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ മെന്റൽ പീസ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഇയാൾ ഈ ഒരു കണക്ഷനില് ഈ ഒരു വ്യക്തിയുടെ എനർജീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഞാൻ അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആർഗ്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അതിൽ വിൻ ചെയ്തിട്ടുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഫൈനലി എനിക്ക് എന്തുകൊണ്ടാണ് ഒരു പീസ് ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് മെന്റൽ പീസ് ഉണ്ടാവാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് സമാധാനം ഇല്ലാത്തത്? ഇത്രയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിന് ശേഷവും എനിക്ക് ഈ ഒരു കണക്ഷനിൽ എന്ത് ഔട്ട്കോ കിട്ടിയിട്ടുള്ളത്? ഇതിൽ ഇത്രയും ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം കണക്ഷനും ഇല്ല, സമാധാനവും ഇല്ല എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. നമുക്കിതാണ് ഇവിടെ കാണാനും പറ്റുന്നുള്ളത്. ഓക്കെ, ഇവരുടെ മൈൻഡിൽ 24/7 നിങ്ങളാണ് ഈ ഒരു ടൈമിലുള്ളത്. ഇവർ നിങ്ങളെ കുറിച്ചിട്ട് 24/7 ചിന്തിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെ ഇവിടെ മാനിഫെസ്റ്റ് ആവുന്ന ഒരു എനർജീസും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ നിൽക്കുമ്പോഴും ഈ ഒരു വ്യക്തി ഇവരുടെ ഇവർ കൂടുതലായിട്ടും പ്രാക്ടിക്കൽ ആയിട്ടാണ് നിന്നിട്ടുള്ളത്. പ്രാക്ടിക്കൽ ആയിട്ട് സംസാരിക്കുക, മൈൻഡ് ഗെയിംസ് കളിക്കുക, ഡിസെപ്ഷന്റെ എനർജിയിൽ നിൽക്കുക, ആ ഒരു എനർജിയിൽ എവിടെ ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. അപ്പം ഇവരെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്ക് എന്റെ ഫേവറിൽ കണക്ഷൻ നിൽക്കണം, ഞാൻ പറയുന്ന രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിന്നിട്ടുള്ളത്. ആ ഒരു എനർജിയിൽ പലപ്പോഴും നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ശരി, നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും നിങ്ങൾ അയാളുടെ ഭാഗമാണ് ശരി എന്നുള്ള രീതിക്ക് എസ് അടിച്ചു വിട്ടിട്ടുണ്ട്. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. Queen of Swords and Death.
ഈ രണ്ട് കാർഡ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് നമ്മൾ ക്യൂൺ ഓഫ് സോഴ്സ് ആണ് എടുക്കുന്നുള്ളത്, ഡെത്ത് കാർഡ് എടുക്കുന്നില്ല. ബിക്കോസ് ഒരു കാർഡാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. സോ ഇവിടെ ഫീൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങളിലും ഒത്തിരി അധികം ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. കാരണം നേരത്തെ നിങ്ങൾ ഒരു ക്യൂൺ ഓഫ് കപ്സിന്റെ എനർജിയിലാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ക്യൂൺ ഓഫ് സോഴ്സിന്റെ എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും റെഡിയല്ല. നിങ്ങൾ ലെസ് ആയിട്ടുള്ളതിന് സെറ്റിൽ ആവാനായിട്ട് റെഡിയല്ല. കാരണം ഇത്രയും കാലം അവർ നിങ്ങൾ ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്താ സെറ്റിൽ ആയിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു കണക്ഷനിൽ നിങ്ങൾ ഒരു ലെസ് ആയിട്ടുള്ള കാര്യത്തിന് സെറ്റിൽ ആവാനായിട്ട് റെഡിയല്ല. ഇനി പണ്ടത്തതുപോലെ ഈ ഒരു കണക്ഷൻ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ റെഡിയല്ല. നിങ്ങൾക്ക് വേണ്ടത് ഫൈനലി നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഫൈനലായിട്ട് ഒരു ജഡ്ജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്. ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കണക്ഷനിൽ വേണ്ടത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിങ്ങളെ ഒരുമിച്ച് വെച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു എനർജീസ് അല്ല. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ക്ലാരിറ്റി കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇവിടെ ഇരിക്കുന്നുള്ളത്. സോ ലൈക്ക് റീഡിങ് കാണുന്ന ചിലരൊക്കെ വിഡോ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിഡോ ആയിരിക്കാം നിങ്ങൾ. എല്ലാവരുടെ എനർജീസ് അല്ല, ചിലരുടെയൊക്കെ മാത്രമേ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ട് വിഡോ ആയിട്ടുള്ള ആരോ ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങളുടെ എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാരേജ് ലൈഫിൽ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ സ്ട്രഗിൾസും കൂടി ആയപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇയാൾ മാരീഡ് ആണെങ്കിലും ഇയാൾക്ക് ഫാമിലീസ് ഉണ്ടെങ്കിലും അതർ സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസസ് സിറ്റുവേഷൻഷിപ്പ് എന്തുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ലൈക്ക് നിങ്ങൾ ഇവിടെ കോംപ്രമൈസിന് വേണ്ടിയിട്ട് റെഡിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജസ്റ്റിസ് വേണം. അതൊരു പക്ഷെ നിങ്ങൾ ഈ ഒരു ടൈമിൽ സെൽഫിഷ് ആവുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ അതൊരു സെൽഫിഷ്നെസ് ആയിട്ടുള്ള ഒരു എനർജീസ് ആയിട്ട് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഓക്കെ, സെൽഫിഷ്നെസ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഇവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒത്തിരി അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി അധികം ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ ലൈക്ക് എത്രയും വലിയ എക്സ്ട്രീം ആയിട്ടൊരു സ്ട്രഗിൾസ് വരുന്ന ടൈമിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും യെസ് ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച് എന്നുള്ള ഒരു എനർജി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്പിരിച്വലി കൂടുതലായിട്ട് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. നിങ്ങൾ ടാരോട്ട് കാർഡ് റീഡിങ്സ് കാണുന്നുണ്ടാവും, ഗൈഡൻസ് കാണുന്നുണ്ടാവും. ആ ഒരു ഗൈഡൻസിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. നിങ്ങൾ കുറച്ച് സെൽഫ് ലവ് പഠിച്ചിട്ടുണ്ടാവാം. സോ ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച് എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും ഈ ഒരു കണക്ഷന് ഡെപ്ത് ഒന്നും അല്ല. നിങ്ങൾ ഈ ഒരു കണക്ഷൻ വിട്ടിട്ടുമില്ല. നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ടൈമിലും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ മൈൻഡിൽ എക്സാക്ട് ഇവരുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഡെത്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ബട്ട് നിങ്ങൾ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് ചേഞ്ചസ് വേണമെന്ന് നിങ്ങൾ അത്ര ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ചേഞ്ചസ് ആണെങ്കിലും ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങൾ കുറെ അധികം ബുദ്ധിമുട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഡിഫിക്കൽട്ട് ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്. ബട്ട് എന്നാലും നിങ്ങൾ എന്താ പറയാ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു ട്രോമാസ് ഉണ്ടായിരിക്കാം. അതിന്റെ ഒരു പെയിൻ നിങ്ങളുടെ ഉള്ളിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഉണ്ടായിരിക്കാം. അപ്പോഴേക്കും ആ ഒരു എനർജി വെച്ച് നോക്കുമ്പോഴേക്കും ലൈക്ക് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാ തരത്തിലും ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഈ ഒരു ടൈമിൽ ഇവരുടെ ഉള്ളിൽ ഒത്തിരിയധികം മെന്റൽ കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ ഓവറോൾ ഇവരുടെ ഫാമിലി ലൈഫിലും വഴക്കും പ്രശ്നങ്ങളും ആയിരിക്കാം. ഇവരുടെ കരിയറിന്റെ എനർജീസ് നോക്കുവാണെങ്കിൽ ആരുടെ മൊത്തം ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. എവിടെയും ആരുമായിട്ട് ഒത്തുപോകാത്തൊരു എനർജീസാണ്. ഭയങ്കരമായിട്ടും ടെൻഷൻസ്, ബേർഡൻസ്, ഓവർ തിങ്കിങ്സ്, ഡിസഗ്രിമെന്റ്സ്, കോൺഫ്ലിക്റ്റിന്റെ എനർജീസാണ് നമുക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ലൈക്ക് നിങ്ങളുടെ ഒരു വ്യക്തിക്കാണ് ഒത്തിരി അധികം ക്ലാഷിംഗ് പേഴ്സണാലിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈഗോസ് ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം. അപ്പം നമ്മളിപ്പോ ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭയങ്കരമായിട്ട് മെന്റലി ലൈക്ക് നമ്മളിപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയല്ല, നമ്മുടെ മൈൻഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വ്യക്തി പറയുന്ന ഒരു ആർഗ്യുമെന്റ് കേട്ടാലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും പെട്ടെന്ന്. കാരണം നമ്മുടെ ആ ഒരു എനർജി അതായതുകൊണ്ട് മറ്റുള്ളവരിലേക്കും ആ ഒരു എനർജി ആയിരിക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുക. ലൈക്ക് ഇവിടെ നമ്മൾ കമന്റ് സെക്ഷൻസ് ഒക്കെ ഇടുകയല്ലോ എന്ന് പറഞ്ഞോളെ, കമന്റ്സിലൊക്കെ ഇടുന്ന
കമന്റുകളൊക്കെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ അതുപോലെ കമന്റ്സുകൾ ഇടുന്നുണ്ടാവും നെഗറ്റീവ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു പേഴ്സന്റെ എനർജീസും ഇവര് ആരുടെ അടുത്ത് പോയി കണക്ട് ആയെന്ന് പറഞ്ഞാലും അവർക്ക് എല്ലാം ഒരു നെഗറ്റീവ് വൈബാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ നെഗറ്റീവ് ആയിട്ട് ഇരിക്കുകയാണ്, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, അപ്പൊ നീയും സമാധാനത്തോടെ ഇരിക്കേണ്ട എന്നുള്ള ഒരു എനർജിയില്ല ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. സോ എവിടെയും ഒരു തരത്തിൽ ഓവറോൾ ഇവരുടെ കറന്റ് സിറ്റുവേഷൻസ് ലൈഫിന്റെ എനർജീസ് ഇവരെവിടെയും കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് റെഡിയല്ല, അഡ്ജസ്റ്റ്മെന്റിന് റെഡി അല്ല എന്നുള്ള ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും മാരേജ് ലൈഫ് ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ഇമ്പോർട്ടന്റ്, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കോപ്പറേഷൻ ആണ്, സഹകരണം, നമ്മൾ ഒത്തുപോകുക എന്നുള്ള അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു എനർജീസ് ഈ ഒരു എനർജീസ് ഈ ഒരു വ്യക്തിക്ക് ഇല്ല. ഈ ഒരു ടൈമിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എല്ലായിടത്തും ഡിസഗ്രിമെന്റ്, ഇപ്പൊ കരിയർ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും ഡിസഗ്രിമെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ വേറൊരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ ഇവർക്ക് ഈ ഒരു കണക്ഷനിൽ എഫോർട്ട് എടുക്കണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ലോങ് ടേം ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം, ചിലർക്ക് മാത്രം എല്ലാവർക്കും അല്ല, ലോങ് ടേം ആയിട്ടുള്ള ഒരു കണക്ഷനിലായിരിക്കാം ഉള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തി കുറെ എഫോർട്ടുകൾ ആദ്യം എടുത്തിട്ടുണ്ട്, പിന്നീട് ഈ ഒരു വ്യക്തി എഫോർട്ടും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, എല്ലാ എഫോർട്ടും നിങ്ങളുടേതായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയിലും ഈ ഒരു മൊമെന്റിൽ ഇവരെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രമാത്രം എഫോർട്ട് ഇവിടെ ഈ ഒരു കണക്ഷനിൽ എടുത്തിട്ടുണ്ട്, അപ്പം ഈ ഒരു എഫോർട്ടുകളെല്ലാം വെറും വേസ്റ്റ് ആയി പോകുമോ എന്നുള്ള ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പം എല്ലാം കൂടി ചിന്തിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ഒരു സമാധാനവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാം. അവിടെ ടോട്ടലി ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്. ഈഗോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈഗോയിൽ ഇരിക്കുന്ന ഒരു എനർജീസ് ആണ്. Give me one card, only one card, divine. ഇവിടെ ഇപ്പം നിങ്ങളുടെ എനർജീസിൽ ഈ ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല, ഇപ്പം ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മെന്റൽ കോൺഫ്ലിക്റ്റ് നിൽക്കുമ്പോഴേക്കും നമുക്കൊരു ക്ലാരിറ്റി ഒന്നിനെ കുറിച്ചിട്ടും ഉണ്ടാകത്തില്ല. നിങ്ങൾക്കെന്നല്ല ആർക്കും, എല്ലാ വ്യക്തികളുടെ ഒരു എനർജീസ് അങ്ങനെയാണ്. അപ്പം ജസ്റ്റ് റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇവരുടെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായി ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം എനിക്ക് തോന്നുന്നു ജസ്റ്റ് റീസെന്റ് ആയിട്ട് നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടാവും ഈ ഒരു വ്യക്തി, അതുപോലെ തന്നെ നിങ്ങൾ സിമ്പിൾസ് കാണുന്നുണ്ടാവും. യൂണിവേഴ്സ് നിങ്ങൾക്ക് അയക്കുന്ന ഡ്രീംസ്, സയൻസ്, സിമ്പിൾസ്, ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സിൻക്രോണിസിറ്റീസ്, ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ പീകോക്ക് കാണുന്നുണ്ടാവും, ഫെദേഴ്സ് കാണുന്നുണ്ടാവാം, റെയിൻബോ കാണുന്നുണ്ടാവാം. പിന്നെന്താ എനിക്ക് തോന്നുന്നു ഇവിടെ മൈൻഡിൽ എനിക്ക് വന്നിട്ട് 11 എന്റെ ഇൻഡ്യൂഷൻ 11 ഏഞ്ചൽ നമ്പർ ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 10 കാണുന്നുണ്ട്, 222 കാണുന്നുണ്ട്, 444 കാണുന്നുണ്ട്. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 555 ഒക്കെ കാണുന്നുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ഫോർമേഷൻ. സോ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സയൻസും സിമ്പിൾസും ഏഞ്ചൽ നമ്പേഴ്സും വരുമ്പോൾ നിങ്ങൾ ആ ഒരു സിൻക്രോണിസിറ്റീസ്, ആ ഒരു എനർജീസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഒരിക്കലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംസാരിച്ചല്ല, നമുക്ക് സയൻസും സിമ്പിൾസും അതുപോലെ തന്നെ സിൻക്രോണിസിറ്റീസ്, ഏഞ്ചൽ നമ്പേഴ്സിലൂടെ ഒക്കെ കൂടെയാണ് യൂണിവേഴ്സ് ഇങ്ങനെ നമ്മളോട് സംസാരിക്കുക, നമ്മളുമായിട്ട് കണക്ട് ആവുന്നുള്ളൂ. സോ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഈ ഒരു ടൈമിലും നിങ്ങളെ നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു മിസ്റ്ററിയാ ഫീൽ ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയിലല്ല നിന്നിട്ടുള്ളത്, പക്ഷെ ഇപ്പം നിങ്ങൾ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. ലൈക്ക് നിങ്ങൾക്ക് അധികം എന്താ പറയാ സീക്രറ്റ്സ് ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ബട്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും പേടിച്ചിട്ടാണ് നിങ്ങളിവിടെ ഈ ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു കണക്ഷനിൽ സ്റ്റക്കാണ്, നിങ്ങൾ വളരെയധികം പെയിൻ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ നിങ്ങൾക്ക് ആ ഒരു പെയിൻ ഇനിയും നിങ്ങൾ ആ ഒരു സെയിം പെയിൻ അനുഭവിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു റീസണിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ സൈലന്റ് ആയിട്ടിരിക്കുന്നുള്ളത്. നിങ്ങൾ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക്, എക്സാക്ട് നിങ്ങൾ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയിലല്ല, പക്ഷെ എന്താണോ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾ വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ടൈമിൽ
ഇവരുടെ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ സ്പിരിച്വലി ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾ സ്പിരിച്വൽ ആയി തുടങ്ങിയിട്ടുണ്ട്. സ്പിരിച്വൽ അവേക്കനിങ് ചിലർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെ ഈ ഒരു ബന്ധത്തിൽ ഒരു ഹോപ്പ് ഉണ്ട്. ലൈക്ക് ഇവിടെ ഒരു ചേഞ്ചസ് വരും എന്നുള്ളൊരു ഹോപ്പ് അത് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി നൽകുന്ന നിങ്ങൾക്ക് അത്രയും ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് സ്പിരിച്വാലിറ്റിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി നൽകുന്ന ഇതായിരിക്കാം, ഒരു ഉറപ്പായിരിക്കാം. നിങ്ങൾ ആ ഒരു ഉറപ്പിലായിരിക്കാം ഈ ഒരു ടൈമിൽ നിൽക്കുന്നുള്ളത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സ് എന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ? ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി നിന്ന സമയത്ത് ഇവര് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു എനർജീസാ. ഒരു കാര്യങ്ങളും നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഷെയറിങ് ഷെയറിങ്ങിന്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഷെയറിങ്ങിന്റെ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനലി ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളോട് നിങ്ങളോട് ചെയ്തത് ശരിയായില്ല, ഇവർ എന്താണോ ചെയ്തതിന് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പം ഈ ഒരു ഷെയറിങ്ങിന്റെ കാഴ്ച അതിനെയാണ് പറയുന്നത്. ഷെയറിങ് ലൈക്ക് ലവ്, നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങൾ കൊടുത്തിട്ടുള്ള സെയിം ലവ് നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്, ഇനി നിങ്ങളുടെ അടുത്തേക്ക് എത്ര സ്നേഹമുണ്ട്, ലവ് ഉണ്ട്, ഞാൻ നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുള്ളത് എത്രയൊക്കെ വേർഡ്സ് പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഇവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരു ക്ലിയർ മൈൻഡ് സെറ്റിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. കാരണം ഇവർ നോക്കുമ്പോൾ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് ഇവിടെ സെൻസ് ചെയ്യുന്നത്. ബട്ട് എക്സാക്ട്ലി നിങ്ങളോട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, ഇവർ വരടുന്നത് നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ ഓൾവേസ് വെൽക്കം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ബട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് യെസ്, ഇനി ഒരു കണക്ഷൻ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വേണം, പഴയതുപോലൊരു ഫ്ലവറിങ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തു നിന്ന് ഒരു കോപ്പറേഷൻ വേണം. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ അനങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് അതൊരു ബൗണ്ടറി ആയിട്ടായി ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ കുറച്ചു പേരൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓർഫനേജിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്നവര്. അങ്ങനെയുള്ള ഒരാളുടെ എനർജീസ് എനിക്ക് ഇവിടെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഡ്യൂഷൻസ് ആണ് കാർഡ്സിൽ വന്നിട്ടുള്ളതല്ല. നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പാവങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളിവിടെ. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ സ്പിരിച്വൽ പാർട്ടിലേക്ക് വരുന്നപ്പോ തോന്നുന്നുണ്ടാവാം. തോന്നുന്നു ഇയാൾക്ക് തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ട് കണ്ടീഷനിങ്ങിന്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇനി ബെഗ് ചെയ്യേണ്ടതായിട്ട് വരും, നിങ്ങളുടെ കണ്ടീഷൻസിനൊക്കെ യെസ് പറയേണ്ടതായിട്ട് വരും, നിങ്ങളുടെ കണ്ടീഷൻസിനൊക്കെ എഗ്രി ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു എനർജീസ് ഇവിടെ ഈ ഒരു വ്യക്തിക്കുള്ളത്. പക്ഷെ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു കണക്ഷനെ നോക്കിക്കണ്ടത് ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതായത് ഇയാളെ എനിക്ക് വേണം, ഈ ഒരു വ്യക്തി എനിക്ക് നിൽക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നോക്കിക്കണ്ടിട്ടുള്ളത്. ബട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനെ നോക്കി കാണുന്നത് നിങ്ങളുടെ ഫേവറിന് വേണ്ടിയിട്ടാണ്.
അത് എനിക്ക് ഇതിൽ എന്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് ഞാൻ ഇൻ ഫ്യൂച്ചർ എനർജീസിൽ ഇതിൽ എനിക്ക് എന്താണ് ഔട്ട്കം കിട്ടാൻ പോകുന്നുള്ളത്, സങ്കടമാണോ സന്തോഷമാണോ. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈമിൽ നല്ലതോ ചീത്തയോ അല്ല, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്യാത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. സോ ആ ഒരു എനർജി അറിഞ്ഞോ അറിയാം, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്, യെസ് ഈ ഒരു വ്യക്തി എന്നോട് ജസ്റ്റിസ് ആണ് ചോദിക്കുന്നുള്ളത്. ഇവർ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ജസ്റ്റിസ്, അല്ലെങ്കിൽ ഇവർ ഡിസേർവ് ചെയ്യുന്ന എന്താണോ ആ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തി എന്നോട് ഈ ഒരു ടൈമിൽ ചോദിക്കുന്നത്. മിണ്ടാതെ പറയാതെ പറഞ്ഞ് എന്നോട് ചോദിക്കുന്ന ആ ഒരു എനർജി ഒരു വ്യക്തിയെ നല്ല രീതിക്ക് പുള്ളി ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് ഇത് റിയലൈസ് ആവുന്നുണ്ട് എന്താണ് എക്സാക്ട് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് വേണ്ടത് എന്നുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. ലോൺലിനെസിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ ഫൈൻ. ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു എനർജീസ് ആ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി, ആ ഒരു എനർജിയാണ് ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങളിപ്പം ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, നിങ്ങളെ ഈ ഒരു വ്യക്തിയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ലൈക്ക് ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഇവര് അവരെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങളുടെ നല്ല ക്യാരക്ടർ ഇവരുടെ ഒരു മോശപ്പെട്ട ക്യാരക്ടറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ബെറ്റർ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയോ വന്ന് പറ്റിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന്, ബട്ട് യു ഡിസേർവ് ബെറ്റർ. ഓക്കെ, യു ഡിസേർവ് ബെറ്റർ എന്നുള്ള ഒരു എനർജിയിലേക്ക് ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ശരിക്കും ആ ഒരു വ്യക്തി ഞാൻ ട്രീറ്റ് ചെയ്തതുപോലത്തെ ഒരു ട്രീറ്റ് അല്ല ഡിസേർവ് ചെയ്യുന്നത്, അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ലവ് കെയർ ഒക്കെ ആ ഒരു വ്യക്തി ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു റിയലൈസേഷൻ ഒരു വ്യക്തിക്കുണ്ട്. Why here is 5 of Wands divine? Existence. ഇവർക്ക് എന്താണോ എനിക്കറിയില്ല, ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെയോ സ്പെൽ വർക്കുകൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്നാണ് ഇവര് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ നിങ്ങളിലേക്ക് ഒരു വ്യക്തി ഇത്ര അട്രാക്ട് ആവുന്ന ഒരു മാഗ്നറ്റിക് പൂള് ഫീൽ ചെയ്യുന്നതെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല. കാരണം ഇത്രയും കാലം നിങ്ങളുടെ അടുത്ത് ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫീലിങ്സും ഇമോഷൻസും ഇല്ലായിരിക്കാം. പക്ഷെ ഈ ഒരു മൊമെന്റിൽ ഇവർക്കത് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ എന്തൊക്കെയോ സ്പെൽ വർക്കുകളോ ഈ ഒരു വ്യക്തിക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇത്രമാത്രം നിങ്ങളിലേക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. ഇത്ര ഇന്റൻസ് ആയിട്ട് നിങ്ങളുടെ ഒരു എനർജി ഇന്റൻസിറ്റിയില്ല ചെല്ലുന്നുള്ളൂ. ലൈക്ക് ദിസ്, ഈ ഒരു ഇന്റൻസിറ്റിയെ കണ്ടോ, ഈ ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ എനർജീസ് ഈ ഒരു വ്യക്തിക്ക് ചെല്ലുന്നുള്ളത്. അപ്പം ഇത്രയും ഇന്റൻസ് ആയിട്ടാണ് നിങ്ങൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ഫീൽ ചെയ്യുന്നുണ്ട്, യെസ് ഇവരെന്തോ എനിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കൂടോത്രോ ബ്ലാക്ക് മാജിക്കോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രം ഇവരോട് ഇത്ര അട്രാക്ഷൻ തോന്നുന്നതെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ശരിക്കും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നുകൊണ്ടിരിക്കുന്ന കാരണം ഈ ഒരു കണക്ഷനിൽ യൂണിവേഴ്സ് ഇടപെടുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സെൽഫ് ലവ് ചെയ്യുന്നില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് അല്ല. ഓക്കെ, ക്ലിയർ ആയിട്ട് പറയാണ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, ഒരു പുണ്യ പ്രവർത്തികളും ചെയ്യുന്നില്ല. സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു എനർജി ടാരോട്ട് കാർഡ് റീഡിങ്സ് കാണുക എന്നുള്ളതല്ല. ഇന്നർ വർക്ക് ചെയ്യുക, ദൈവം എന്നുള്ള സ്പിരിച്വാലിറ്റി മീൻസ് ദൈവത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ആകുക. അലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്, ലൈക്ക് ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്, പക്ഷെ അതിന് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അതിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ ആക്ഷൻ എടുക്കുന്നുണ്ടാവും. സോ സ്പിരിച്വാലിറ്റി മീൻസ് അതാണ്. പലപ്പോഴും നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് വിചാരിക്കുന്നത് ടാരോട്ട് കാർഡ് റീഡിങ്സ് കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, മെഡിറ്റേഷൻസ് ചെയ്യുന്നു. ഓക്കെ ഫൈൻ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതിലുപരി നമ്മൾ പ്രെയർ ചെയ്യുന്നതൊക്കെയാണ് സ്പിരിച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നുള്ളത്. നാളെ ഒരിക്കൽ നിങ്ങൾ ഞാൻ സ്പിരിച്വൽ ആണെന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഞാൻ സ്പിരിച്വൽ ആണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് കൂടുതലായിട്ട് ക്ലോസ് ആവുക എന്നുള്ള ഒരു മീനിങ് ആണ് സ്പിരിച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ടാരോട്ട് കാർഡ് റീഡിങ്സ് കാണുന്നതിനോ നിങ്ങളുടെ ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ആ ടൈമിൽ നമുക്ക് ദൈവം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് തരുന്നു. അതാണ് സ്പിരിച്വാലിറ്റി. ട്രസ്റ്റ്.
സംതിങ് ഈസ് റിലേറ്റഡ് ടു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ റെയർ കേസസിൽ. എനിക്ക് തോന്നുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ നാട്ടിലുള്ള വ്യക്തിയല്ല നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പം ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഇവർ ട്രാൻസ്ഫർ ആയി വേറെ എന്തെങ്കിലും നാട്ടിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് വേറെ ഇടത്തേക്ക് പോയിട്ടുണ്ടാവും. രണ്ടുപേരിൽ ആരെങ്കിലും അങ്ങനെ ഒരു ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടാവാം. സോ എന്താണെങ്കിലും ഈ ഒരു ചേഞ്ചസ്, ഇപ്പം ഈ ഒരു ചേഞ്ച് ഇപ്പോൾ ഉള്ള ഈ കറന്റ് സിറ്റുവേഷനുമായിട്ട് ഈ ഒരു വ്യക്തി പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള കറന്റ് സിറ്റുവേഷനുമായിട്ട് ഇവർ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ആയിരിക്കുന്ന കരിയറുമായിട്ട് ഇവർ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു സിറ്റുവേഷൻസുമായിട്ട് ഈ ഒരു വ്യക്തി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. കാരണം എല്ലാം ഓക്കെ ആകും, ഫൈൻ ആകും എന്നുള്ളൊരു ട്രസ്റ്റിൽ ഈ ഒരു വ്യക്തി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു എനർജീസ് കറന്റ് നമുക്ക് ഫീൽ. ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. ബട്ട് ആ ഒരു ടൈമിലും ഇവർക്ക് ഏതോ ഒരു തരത്തിലൊരു ഹോപ്പ് വന്ന് നിൽക്കുന്നുണ്ട്, ലൈക്ക് എല്ലാം ശരിയാവും. ഇപ്പം കരിയർ ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ലൈക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം ശരിയാകും എന്നുള്ളൊരു ഹോപ്പ് ഏതോ ടൈമിൽ ഇവിടെ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ ഈ ഒരു സിറ്റുവേഷൻസ് ഇതാണെങ്കിൽ ഇത് ചേഞ്ച് ആകും എന്നുള്ളൊരു ഹോപ്പിൽ ഈ ഒരു വ്യക്തി സ്വന്തമായിട്ട് ആശ്വസിക്കുന്ന ഒരു എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അബൻഡൻസിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. I don't know why here is abundance, but ഈ ഒരു വ്യക്തിക്ക് അബണ്ടൻസ് വേണം, സക്സസ് വേണം ഈ ഒരു കണക്ഷനിൽ. ബട്ട് ഹൗ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെയൊന്നും മാത്രം ഈ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഹി നീഡ് സക്സസ്, അബണ്ടൻസ് ഇൻ ദെയർ ലൈഫ്. Guidance, please, divine. Angels, please guide me. Give me one guidance. Give me one. See. ഇപ്പം ഇതുവരെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്ലാനുകൾ ഈ ഒരു എന്തെങ്കിലും ആരെങ്കിലും ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു പ്ലാനിലേക്ക് പോകണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. കാരണം ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഇപ്പൊ നിങ്ങളുടെ പ്ലാനുകളൊക്കെ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ഡയറക്ഷനിൽ ചൂസ് ചെയ്യാന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. തൽക്കാലം ഇപ്പൊ നിങ്ങൾ പ്ലാനിങ്സിനൊന്നും പോവണ്ട. സോ വെയിറ്റ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സിങ്ക്രോണിസിറ്റീസിന് വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ ഇവിടെ ഞാൻ നിങ്ങളുടെ ഈ ഒരു പേഴ്സന്റെ തോട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പില് 1 minute ഒരു ക്ലാരിറ്റി വേണം, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു സൈൻ കിട്ടുന്നുണ്ടാവും കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സയൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് എന്താണോ അതിന് വേണ്ടിയിട്ട് ഒരു ഫൈനലി നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഒരു സയൻസ് നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ നെഗറ്റീവ് ആവാൻ പാടില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻസിനൊക്കെ ഒരു ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് അത് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക്ഔട്ട് ആവാൻ വേണ്ടി തുടങ്ങാൻ ഇവിടെ നല്ല അടിപൊളി മഴ പെയ്യാൻ തുടങ്ങാനായിട്ട് റീഡിങ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. സോ നിങ്ങൾ റെയിൻബോ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് റീസെന്റ് ആയിട്ട്, ബിക്കോസ് എനിക്ക് ഇവിടെ റെയിൻബോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ സയൻസ് ആയിട്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു സൈൻ കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു ടൈമിൽ റെഡി ആയിട്ടിരിക്കുക, ഫോർഗീവ് ചെയ്യുക. ഒരു വ്യക്തി റിട്ടേൺ വരുന്ന ടൈമിൽ ഫോർഗീവ് ചെയ്യാൻ പറയുമ്പോഴേക്കും നമ്മൾ അവരുമായിട്ട് ഫോർഗീവ് ചെയ്യാൻ നമ്മളെ തന്നെ ഹീൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഫോർഗീവ്നെസ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫോർഗീവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ ഫോർഗീവ് ചെയ്യുന്നു, നമ്മളെ ഹീൽ ചെയ്യുന്നു, നമ്മുടെ ഹേർട്ട് ചക്രയെ ഹീൽ ചെയ്യുന്നു. ഒരു എനർജീസ് ആണ് ഫോർഗീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട് ഫോർഗീവ് ചെയ്യാൻ. ഞാൻ ഫോർഗീവ് ഒരിക്കലും ചെയ്യത്തില്ല അവരോട് എന്ന് മിക്ക ക്ലയൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും റിലീസ് ആവുന്നുള്ളത്. നമുക്ക് ഇപ്പൊ നമ്മൾ ഒരാളോട് ഫോർഗീവ് ചെയ്യുകയാണെങ്കിൽ നമുക്കാണ് ആ ഫോർഗീവ്നെസ് ആദ്യം കിട്ടുന്നത് യൂണിവേഴ്സിന്റെ അടുത്തുനിന്ന്. ഓക്കെ, അവർ എനർജീസ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ഐക്കൺ ടോൺ ഫോർ ദാറ്റ്. ബൈ ഗൈസ്, സീ യു.